സുരേഷ് ഗോപി ഇന്ന് ആളാവരുത് എന്ന് പറഞ്ഞ വനിതാ മാധ്യമ പ്രവർത്തക ഞാനാണ്. റിപ്പോർട്ടർ ടിവിയുടെ തൃശൂർ ബ്യൂറോ റിപ്പോർട്ടറാണ്. സൂര്യ സുജി എന്നാണ് പേര്. തൃശൂർ ഗിരിജ തിയേറ്ററിൽ സുരേഷ് ഗോപിയുടെ സിനിമാ പ്രമോഷന് ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിരൂപത സുരേഷ് ഗോപിക്കെതിരെ മുഖപത്രത്തിൽ സംസാരിച്ചിരുന്നു. അപ്പൊ അതിന്റെ ബൈറ്റ് ചോദിക്കാനാണ് ഞാനടക്കമുള്ള മറ്റു മാധ്യമ പ്രവർത്തകർ ഗിരിജ തിയേറ്ററിൽ എത്തിയത്. ഞാൻ മൈക്കുമായി ചോദ്യം ചോദിക്കാൻ പോയപ്പോൾ സുരേഷ് ഗോപി പറയാ, എനിക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ പേടിയാണ്. അപ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ചെയ്ത കാര്യത്തിൽ മാപ്പ് പറഞ്ഞു എന്നാണ് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത്. അത് മാപ്പായി നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന വനിതാ പ്രവർത്തകരോട് ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു പരിഹാസം വേണ്ട. കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. കണ്ടല്ലോ, ആളാവാൻ വരരുത് എന്ന് പറഞ്ഞ് ആളാവാൻ നോക്കിയ സുരേഷ് ഗോപിയോട് സധൈര്യം സംസാരിക്കുന്ന ജേർണലിസ്റ്റ് സൂര്യ സുജിയുടെ വീഡിയോ ആണിത്. റിപ്പോർട്ടർ ടിവി അവരുടെ ഫേസ്ബുക്ക് പേജിൽ 2023 നവംബർ 4 പങ്കുവച്ച ദൃശ്യങ്ങളാണിത്. വീഡിയോയുടെ ലാസ്റ്റ് പോർഷൻ കൂടി കാണണം, എന്നിട്ട് ബാക്കി പറയാം. എന്റെ ചാനലായ റിപ്പോർട്ടർ ടീം അതിന് മുഴുവനായിട്ടുള്ള സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യം പറയുന്നത്. കേട്ടില്ലേ, റിപ്പോർട്ടർ ടിവി എന്നും എപ്പോഴും തന്നോടൊപ്പമുണ്ട് എന്നാണ് സൂര്യ സുജി ആ വീഡിയോയിൽ പറയുന്നത്. പറയിപ്പിച്ചത് എന്ന് വേണം പറയാൻ. അതായത്, ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ലേ, നിഷ്പക്ഷ ജേർണലിസം ചെയ്യുന്നവരാണേ എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രത. അണ്ടിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ. വാർത്താ വ്യവസായ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് വനിതകൾക്ക്, പട്ടിയുടെ വില പോലും മാധ്യമ മുതലാളികൾ നൽകുന്നില്ല എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സൂര്യ സുജി. റിപ്പോർട്ടർ ചാനലിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് സൂര്യ രാജിവെച്ചത്. മരമുറി ചാനലിൽ നിന്ന് 7 മാസത്തെ ദുരനുഭവങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് മരം കള്ളന് രാജി കൊടുത്ത് സൂര്യ ഇറങ്ങിയത്. വാർത്തകൾ എന്ന് പറയുന്നത് മുതലാളിയെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നല്ലെന്നും അത് ചെയ്യുന്നതിലും നല്ലത് ഈ പണി തന്നെ ഉപേക്ഷിച്ച് പോകുന്നതാണെന്നും ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ എന്നും സൂര്യ സുജി തന്റെ ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട്. വൈകാതെ തന്നെ ഒരു കൂട്ടരാജ്യം പ്രതീക്ഷിക്കാമെന്നും സൂര്യ പറയുന്നു. സൂര്യ സുജിക്ക് റിപ്പോർട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതിന്റെ കാരണം സുരേഷ് ഗോപിയുടെ ആക്രോശത്തിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ്. ആ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ തന്നോട് പെരുമാറിയ രീതി വിവരിക്കാൻ കഴിയാത്തതാണ് എന്നാണ് സൂര്യ പറയുന്നത്. ഇടതുപക്ഷ അനുഭാവിയെ, അതും സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ബഫൂൺസ് ആണ് റിപ്പോർട്ടിൽ ഉള്ളതെന്നും സൂര്യ പറയുന്നു. സംഘപരിവാർ രാഷ്ട്രീയമല്ലാത്തത് എന്തും വെറുപ്പോടെയാണ് റിപ്പോർട്ടർ ചാനൽ നോക്കിക്കാണുന്നതെന്ന് അവർ നൽകുന്ന ഓരോ വാർത്തകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല, പത്രസമ്മേളനത്തിൽ ഒരു എതിരാളി ചാനലിന്റെ മൈക്ക് പിടിച്ചു സഹായിച്ചതിന്റെ പേരിൽ മാത്രം ഒരു ഡ്രൈവറെ രാജിവെപ്പിച്ച പാരമ്പര്യവും, പട്ടിയെ പോലെ പണിയെടുപ്പിച്ചിട്ട് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് 4 റിപ്പോർട്ടർമാരെ പറഞ്ഞുവിട്ട പാരമ്പര്യവും ഉള്ളവരാണ് മരമുറി ചാനൽ. സൂര്യ സുജിയുടേത് നല്ല തീരുമാനം, അഭിനന്ദനങ്ങൾ, ഐക്യദാർഢ്യം. മരമുറി ചാനലിന്റെ കാര്യം ഇങ്ങനെയാണ്. ഇനിയുള്ളത് മറ്റു മാധ്യമങ്ങളോടാണ്. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, നാട്ടിൽ നന്മ പുലരാൻ നീതിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കലാണ് തങ്ങളുടെ ജോലി എന്നാണല്ലോ അവകാശവാദം. ഇക്കാര്യത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ്? നീതിക്ക് വേണ്ടി പോരാടിയ സഹപ്രവർത്തകയ്ക്കൊപ്പമോ അതോ സുരേഷ് ഗോപിയെ പോലെ ഒരു വഷളൻ വർഗീയവാദിയുടെ കൂടെയാണോ? ഒന്ന് വ്യക്തമാക്കണം. അന്ന് സംസാരിക്കണമെങ്കിൽ സൂര്യ ഒഴിവാക്കണമെന്ന് ഷിറ്റ് ഗോപി പറഞ്ഞപ്പോൾ ഒരു എളുപ്പമില്ലാതെ അവരെ മാറ്റി നിർത്തുകയും ആ വഷളന്റെ വാക്കുകൾ ഒപ്പിയെടുത്തവരുമാണല്ലോ നിങ്ങൾ. നിങ്ങളിൽ നിന്ന് നല്ലതെന്തെങ്കിലും പ്രതീക്ഷിക്കാമോ?